നല്ല ടേസ്റ്റ് ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് വീഡിയോ എന്നും പറയാം, ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വൈകിട്ടായപ്പോൾ സ്നാക്സ് ഒക്കെ കഴിക്കാൻ കൊതിയാകുമല്ലോ, സ്വാഭാവികം. കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു വെറൈറ്റി ആയിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാൻ, അതായത് ചേമ്പിൽ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ചേമ്പിൽ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷല്ല സ്നാക്ക് പോലത്തെ. അപ്പോൾ ചേമ്പിലാന്ന് കേട്ടപ്പോൾ ആരും അയ്യേ അങ്ങനെയൊന്നും ഇതാക്കണ്ട, അടിപൊളി സ്നാക്കാണെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ അധികം യൂട്യൂബ് ചാനലൊന്നും കണ്ടിട്ടുണ്ടാകത്തില്ല, ഉണ്ടെങ്കിൽ തന്നെ കന്നഡ വീഡിയോസ് ആയിരിക്കും കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ബ്രാഹ്മിൻസ് റെസിപ്പിയാണ്. സോ എന്തായാലും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഫുള്ള് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ എല്ലാം മസ്റ്റായിട്ട് വാച്ച് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ അടിപൊളി ഒരു റെസിപ്പിയാണ്, നമുക്ക് പെട്ടെന്ന് ഇടുന്നതല്ലേ ചേമ്പിലേക്ക്. അപ്പോൾ അത് വെച്ച് എന്തായാലും പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. നമ്മൾ ഇലയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഇല എടുത്തിട്ട് ഇതിൽ ആ നാരുണ്ടല്ലോ, ആ നടുക്കലത്തെ അതും കളയണോ? ഈ സൈഡിലത്തെ എല്ലാം വലിയതെല്ലാം കളയണം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കളഞ്ഞ് ഇപ്പം നമ്മൾ കുറച്ച് ഇല എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഇലയുടെ എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇതെല്ലാം മാറ്റി തിരിച്ച് വെക്കണം. പറഞ്ഞാൽ മതി കേട്ടോ, കേട്ടോടി. ഇങ്ങനെ നിരമ്പില്ലേ, അതൊക്കെ അമങ്ങി പോവും. അപ്പം മടക്കാൻ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതിപ്പോൾ എന്തിനാ? ഇതിപ്പോൾ ഇനി നാളെ വേറെ സംഭവം ഉണ്ടാക്കാം. ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യും കേട്ടോ. ചെയ്യുമായിരിക്കും അല്ലേ? പിന്നെ ചെയ്യണം, അത് ചേമ്പല ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അതെ, എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന ഇലയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല. അതൊക്കെ എല്ലാം ആക്കണ്ടേ? ആക്കിയിട്ട് ശരിയായില്ലെങ്കിൽ അമ്മ ഒന്നുകൂടെ ആക്കിയാൽ മതി. ഒച്ചക്കണം കേട്ടോ. ഒരു 2-3 പ്രാവശ്യം ചമ്മന്തി അരിക്കണ പോലെ ചെയ്യല്ലേ. ചപ്പാത്തി അല്ല, അത് ഒരു ഇലയാ. അതിൻ്റെ ആ വണ്ണമുള്ള തണ്ടെല്ലാം ഒരേപോലെയാവും. അപ്പം മടക്കി എടുക്കാനേ ഇവിടെ ആയില്ലെന്ന് തോന്നുന്നു. നടുക്ക് നോക്കി, നടുക്ക് ആ തണ്ടിന്റെ ഇതോ അവിടെ അത് കീറിയാലോന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതെ. മതി. സോ ഫസ്റ്റ് സ്റ്റേജ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇലയെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ തണ്ടൊക്കെ പരത്തിയെല്ലാം അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാറ്റർ ഉണ്ടാക്കുവാണ്. അതിന് മുളക് പൊടിയുണ്ട്, ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പുണ്ട്. ഞാൻ നോക്കി പറയുവാണ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ എനിക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. മുളക് പൊടി, ഉപ്പ്, പിന്നെ എന്തൊക്കെയാമ്മേ? കടലമാവ്, കായപ്പൊടി വേണം, ഉലുവാപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ബാക്കി നമുക്ക് ഇത് ചെയ്യുമ്പോൾ നോക്കാം. ആദ്യം നമ്മൾ കടലമാവ് വെച്ചിട്ടുണ്ട്. കടലമാവ് ഒത്തു കിട്ടോ അമ്മ? അത്ര കൊള്ളായിരുന്നല്ലേ. ഇതെന്താ? അരിപ്പൊടി. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവ് പറ. അളവൊന്നുമില്ല, എനിക്ക് ഒരു കൈ. അതിപ്പോൾ എല്ലാ അമ്മമാരും ഇങ്ങനെ കൈയളവാ. എനിക്ക് അളവ് പറയാം, നിങ്ങൾ കണ്ടു മനസ്സിലാക്കി എടുത്തോ. അത് 2 സ്പൂൺ ഉണ്ടാവും. ടേബിൾ സ്പൂണോ ടീസ്പൂണോ? ടേബിൾ സ്പൂൺ ആയിരിക്കും. വലിയ സ്പൂൺ, ഉദ്ദേശിച്ച ടേബിൾ സ്പൂൺ. ഇതൊരു വലിയ മല്ലിപ്പൊടി. അതെനിക്കറിയാം, കാര്യം റൈസിന് എടുക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് അറിയാം. നമ്മൾ ചോറ്റാനിക്കയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നെ കേട്ടോ മല്ലിപ്പൊടി. അവിടെ അതുകൊണ്ട് അവർ പൊടിച്ചുണ്ടാക്കിയതല്ലേ, അതാ നല്ല മണം. മഞ്ഞപ്പൊടി ഇച്ചിരി എനിക്ക് മഞ്ഞപ്പൊടി അധികം ഇടുന്നതിലില്ലേ, കൈയൊക്കെ നഖമൊക്കെ മഞ്ഞ കളറാവും. ഞാൻ പൊടിച്ച് വെച്ച ഉലുവാപ്പൊടിയാ. മൊത്തത്തിലൊരു മണമല്ലേ. ഇനി എരിവ് പറഞ്ഞോ? അത് ആവശ്യത്തിന് കൂടുതൽ ഇട്ടോ. നിങ്ങൾ ഇത്രയും നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവ് ഉള്ള അനുസരിച്ച് ഇടണേ. എനിക്ക് എരിവ് നല്ലോണം വേണം. കാശ്മീരി കൂടെ കളർ വന്നാലല്ലേ വാങ്ങണം. നമുക്ക് കാശ്മീരി ആകുമ്പോൾ കളർ നല്ലതായിട്ട് ഇതാവും. ആവശ്യത്തിന് ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല, പിന്നെ അങ്ങ് ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ സൈഡിൽ എടുത്തു വെച്ചേക്കുന്ന പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണേ, അത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. എടുത്തോട്ട് വരട്ടെ. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി നമ്മൾ എന്തോ ചെയ്യുന്നത് നമുക്ക് വഴിയെ കാണാം. അപ്പം ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് പുളി, എത്ര പുളിയാകുമ്പോൾ എടുത്തേ? ഒരു നെല്ലിക്ക വെളുപ്പം, അതാണല്ലോ കോമൺ. അപ്പം അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കായപ്പൊടി ഇച്ചിരി ഇട്ടു. മൊത്തത്തിലുണ്ടല്ലോ നല്ല മണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എരിയുടെ ഒരു മൊത്തത്തിൽ നല്ല മണം. ഇത് അച്ചാറുണ്ടാക്കാൻ പോകുന്ന ഫീല്. കടലമാവ് ഒഴിച്ച് ബാക്കി എല്ലാം അച്ചാറുള്ളതല്ലേ.
അരിപ്പൊടി അയ്യോ അരിപ്പൊടി ഞാൻ മറന്നുപോയി. അരിപ്പൊടിയും കടലമാവും, ബാക്കി മല്ലിപ്പൊടി ഇടത്തില്ല. എന്നാലും കയറി നിൽക്കുന്ന മണം ഉലുവയുടെ ഒക്കെ ആയതുകൊണ്ട് മാങ്ങാക്കറിയുടെ ഒരു, ഞാൻ മാങ്ങാക്കറിയുടെ വീഡിയോ വഴി ഇടാം കേട്ടോ. ഞങ്ങളുടെ ബ്രാഹ്മിൺ സ്റ്റൈൽ അടിപൊളി മാങ്ങാക്കറി റെസിപ്പീസ് ഉണ്ട്. ഇടണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ എടുക്കുമ്പോൾ ആ ഒരു അതിലങ്ങ് എടുക്കത്തില്ല. ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ടിരിക്കും, കഴിക്കും. വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് കുറേ താഴെ പോകേണ്ടി വരും. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ എൻ്റെ ഷോർട്സിൽ നോക്കിയാൽ മതി, പോപ്പുലർ എടുത്ത് നോക്കിയാലും മതി, അതിനകത്ത് കാണാൻ പറ്റും പാവയ്ക്ക അച്ചാറെന്ന് നോക്കിയാൽ കാണാൻ പറ്റും. നല്ല റീച്ച് കിട്ടി, എനിക്കറിയാവുന്ന കുറേ പേര് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനകത്ത് ശർക്കര ഇടുന്ന കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ ഞാൻ കമന്റിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചെന്ന് തോന്നുന്നു. പക്ഷെ അടിപൊളി, എത്ര പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് ഉണ്ടാക്കിയിട്ട്. ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ അതും ഇടാം വീഡിയോ. അപ്പോൾ അതേ പുളിവെള്ളം ഒഴിക്കുവാണേ. ആവശ്യത്തിന് കലക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പം നമ്മൾ ബാറ്റർ പ്രിപ്പയർ ചെയ്യുവാണ്. അത് കട്ടിയിലാണോ ലൂസായിട്ടാണോ വരണ്ടേ? ബജ്ജിയുടെ കൺസിസ്റ്റൻസി ആണോ? അത്രയും വേണ്ട, അതിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള. അപ്പം അത്രയും വേണ്ട. ബജ്ജിയുടെ കൺസിസ്റ്റൻസി ഏകദേശം അത്രയൊക്കെ, കുറച്ചുകൂടെ വേണ്ടി വരും അമ്മേ. ദെൻ മിക്സ് കരോ, നല്ലോണം മിക്സ് ചെയ്യുക. അപ്പം ഉണ്ടായി കലക്കി തന്നത്. അതെ അതെ അതെ, ബാറ്റർ ഉണ്ടാക്കാൻ അപ്പേ കഴിഞ്ഞിട്ട് അമ്മ അമ്മയല്ലേ ഫസ്റ്റ് എനിക്ക് ഉണ്ടാക്കി തന്നെ ഇത് പഠിപ്പിച്ചു തന്നേ. പക്ഷെ അപ്പ എന്ന് പറയുമ്പോൾ അപ്പയ്ക്ക് അതില് ചില സാധനം ചിലർക്ക് ഭയങ്കര സ്കില്ലായിരിക്കും. ഇപ്പൊ എനിക്ക് മസാല റൈസ് ഉണ്ടാക്കാനാ സ്കില്ല്. ഇതിപ്പോ കാണുമ്പോ എന്തോ ചെയ്യണമെന്നറിയോ, പക്കാവട ഉണ്ടാക്കാൻ സത്യം. ഈ ബാറ്റർ മറ്റേ ചില്ലിലിട്ട് പക്കാവട പോലെ ഉണ്ടാക്കാൻ പറ്റും. എന്തൊരു പക്കാവട, റിബൺ പോലെ ഇതേപോലെ പക്കാവടക്ക് ഇതല്ലേ ബാറ്റർ, ചില്ലിട്ടിട്ട് ജസ്റ്റ് ആക്കിയത് മതി. എന്നാ പിന്നെ കയ്യിൽ അമ്മ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീഡിയോ കണ്ടന്റ് മാറ്റാം. ഇതങ്ങ് ഉരുട്ടിയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഇതാക്കി തരാം, വറുത്തെടുക്കാം. പക്കാവട ആകൂലോ, റെസിപ്പി മാറ്റിയിട്ടുണ്ടെന്ന് പറയാം. എത്ര വേണം ഉണ്ടാക്കാൻ വന്ന് പക്കാവട ആയിപ്പോയി എന്ന് പറയാം. അത് വേണമെങ്കിൽ കടലമാവ് നല്ല പൊടിച്ച മേടിക്കാൻ കിട്ടും. ഇതും പൊടിച്ചത് തന്നെയാ ആണ്. അവിടെ നിന്ന് തന്നെ ഇനിയും വലിയ വയറ് പഠിച്ച് നമുക്ക് ഇതേപോലെ പക്കാവട ഉണ്ടാക്കാം. പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അതിന് പക്ഷെ മല്ലിപ്പൊടിയൊന്നും ഇടില്ല കേട്ടോ. പക്ഷെ മല്ലിപ്പൊടി ഇട്ടാൽ നല്ലതായിരിക്കും, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മള് പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കണമെന്നില്ല, നമ്മുടെ പുതിയ സ്റ്റൈലൊക്കെ ഉണ്ടാക്കാം. അത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇതും ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. നല്ല മണം, നല്ല ടേസ്റ്റ് വരണം, അത്രേ ഉള്ളൂ. ബാറ്റർ ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അടിപൊളി. ഇപ്പൊ പക്കാവടയുടെ കൺസിസ്റ്റൻസി മാറി. സന്തോഷായി. ഞാൻ നമ്മുടെ കഥാനായകൻ ചേമ്പില രംഗപ്രവേശനം നടത്തുന്നത്. പേപ്പറിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇവിടെ നമ്മൾ 2 ദിവസമായിട്ട് മഴയൊക്കെ ഇല്ലെന്ന് പറഞ്ഞിരുന്നേ, പക്ഷെ പെട്ടെന്ന് ഇന്ന് മഴയായി. അപ്പോഴാണ് നമ്മൾ മെയിനായിട്ട് എന്താ നോക്കിയത്. ഇല്ലില്ല, കുറച്ചു മുമ്പ് പെയ്തില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. പെട്ടെന്ന് എനിക്ക് ബുദ്ധി തോന്നിയത്. അതെ, ഞാൻ ആദ്യം ഒന്ന് പുച്ഛിച്ചെങ്കിലും. പുച്ഛിച്ചല്ല അമ്മേ, ഞാൻ വെച്ച മധുരമുള്ള വെല്ലോ, ആരെയും മധുരം വലിയ താല്പര്യമില്ലാത്ത മധുരം പോയി ചേർത്താണ് ശർക്കര. പക്ഷെ ഉപ്പുണ്ടോന്ന് നോക്കിയാല് ആണെങ്കിൽ ഒരേ ഇലയുടെ മേളിൽ തന്നെ 2 അടുത്ത ഇല വെക്കണം. അപ്പൊ ഇത് കുറച്ചേ കിട്ടത്തുള്ളല്ലേ ഇന്ന്. അത് ഇങ്ങനെ എന്നിട്ട് മുറിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. മറന്നു പോയോ? ഞാൻ അമ്മ പറഞ്ഞു. എന്നിട്ട് യൂട്യൂബിൽ സംഭവം ആരും ഇട്ടിട്ടുണ്ടോ നോക്കിയപ്പോ എല്ലാം കൊങ്ങിണി കന്നഡക്കാരാ ചെയ്തേക്കുന്നത്. നമ്മുടെ അവിടെ ഞാൻ നോക്കാൻ പോയില്ല. കൊങ്ങിണിയും തുളുവാണ്. ഞാൻ ആദ്യം പറഞ്ഞു ബ്രാഹ്മിൺ സ്റ്റൈൽ റെസിപ്പിയാണ്. നമ്മുടെ ബ്രാഹ്മിൺസിൽ ഇഷ്ടംപോലെ റെസിപ്പി ഉണ്ട്, പക്ഷെ നമ്മളൊന്നും ഇടാറില്ല. പക്ഷെ എന്താണ്, നമ്മുടെ ഇതില് കടലമാവല്ല ചേക്കുന്നത്, പിന്നെ അരി അരച്ച്. അതൊന്നും വേണ്ട, നമുക്ക് നമ്മുടേതായ മാറ്റങ്ങൾ വരുത്താമേ. എല്ലാത്തിലും അങ്ങനെയാ, നമ്മള് അതേപോലെ തന്നെ ചെയ്യണമെന്നില്ലല്ലോ. എനിക്കിത് കാണുമ്പോൾ എന്തോ ഓർമ്മയെന്ന് പറയട്ടെ, ചിക്കൻ അമ്മ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുക്കിംഗ് വീഡിയോസ് കാണുമ്പോൾ ഈ ചിക്കൻ എന്തോ മാക്കിനെ എന്തോ സംഭവം ചെയ്യുമല്ലോ, മറ്റേ മസാലയൊക്കെ വരണ്ടിട്ട് ഫിറോസിക്കൊക്കെ, അത് ഇതേപോലെ കൊള്ളാം. രസമുണ്ട് കാണാൻ. രസം തിന്നുമ്പോഴും രസമാണ്. ആരേലും വിചാരിക്കുമോ ഇങ്ങനത്തെ ഒരു ഇലയില് ഇങ്ങനെയൊക്കെ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു? പിന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ? ഞാനിങ്ങനെ പോകുമ്പോൾ എന്തോ ഇതല്ല, ഈ നമ്മുടെ എല്ലാ ചേമ്പിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ചില കാട്ടു ചേമ്പിലൊന്നും പറ്റുന്നില്ലല്ലോ. ചൊറിയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ ഇല കാണുമ്പോൾ ഇത് ഇങ്ങനെ യൂസ് ആക്കാൻ പറ്റും. പിന്നെ തോരനൊക്കെ ഉണ്ടാക്കത്തില്ല ചിലര്, ഞാൻ കുറച്ചാൾ കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഇല വെച്ച് ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു. സംഭവം തന്നെ നമ്മള്, അമ്മ, ഞാനല്ല. അപ്പൊ അത് അമ്മ അടക്കുന്നുണ്ടേ.
കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇനി എല്ലാ ഇലയും ഇതേപോലെ ചെയ്യണ്ടേ? അപ്പം നമുക്കത് കഴിഞ്ഞിട്ട് കാണാമേ. അല്ലെങ്കിൽ ഒരേ സ്റ്റെപ്പ് പോലെയാവും. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് തന്നെ അത് അവിടെ അപ്പുറത്തിരിക്കുന്ന ഇലയെല്ലാം ഇതേപോലെ ചെയ്യണം. അങ്ങനെ നമ്മൾ പ്രോസസ്സിൻ്റെ ലാസ്റ്റ് ഭാഗത്തെത്തി. ലാസ്റ്റിലത്തെ ഇലയിൽ തേക്കാൻ അത്യാവശ്യം ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കാം. മതി മതിയല്ലേ? അല്ല, മടക്കുമ്പോൾ ഓരോ ഉണ്ട്. ആ പേപ്പർ വെച്ച കാര്യമായേ. അല്ലെങ്കിൽ തറ മൊത്തം സ്ലാബിൽ മൊത്തം ആയാനെ. നിങ്ങളിത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഏതെങ്കിലും ചാനൽ, മീൻസ് മലയാളം ചാനലാണ് ഉദ്ദേശിച്ചത്. ഇൻസ്റ്റാഗ്രാമിലല്ല, യൂട്യൂബിൽ. ഇൻസ്റ്റയിൽ ഞാൻ അമ്മ പറഞ്ഞു 1-2 കണ്ടിട്ടുണ്ടെന്ന്. നമ്മൾ ഇഡലി തട്ട് വെച്ചിട്ടുണ്ട് സ്റ്റവിൽ. അപ്പോൾ അതിനകത്ത് ഇരിക്കാൻ വേണ്ടി എളുപ്പത്തിന് നമ്മൾ നേരത്തെ റോൾ ചെയ്തത് ഒന്ന് കട്ട് ചെയ്തായിരുന്നു. കാരണം ഞങ്ങളുടെ ഈ ചെറിയ കുക്കറാണേ, കുക്കറല്ല ഇഡലി പാത്രം, പറഞ്ഞപ്പോൾ കുക്കറെന്നായി പോയതാ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതെന്തിനാണ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടല്ലേ. അതല്ല, ഇതിലൊന്നും ഒട്ടിപ്പിടിക്കാതെ അതന്നെ ഉദ്ദേശിച്ചത്, പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട്. ഇഡലി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെയ്യത്തില്ലേ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് 4 പീസാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ അതേപോലെ അല്ലെങ്കിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ മാക്സിമം ചെറിയ ചേമ്പിലെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ഒരെണ്ണം എന്തോ വലുതെടുത്ത്, ബാക്കിയൊക്കെ ചെറുതായിട്ട് വേണ്ടേ. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തിൽ നമ്മൾ കുറേ വെച്ചു, അതുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്നതല്ല, ആ പ്ലേറ്റിൽ വീണതാ. അതിൻ്റെ പുറത്തേക്ക് ഞാൻ പിന്നെ അതിൻ്റെ പ്ലേറ്റിൽ അധികം ഉണ്ടെങ്കിലും കൂടുതലും തേക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇലയുടെ ഇത് വരില്ലേ. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ എടുത്തു വെക്കാം. അതുകൊണ്ട് നമുക്ക് 4 പീസ് കിട്ടി. നമ്മൾ ഇനിയും കട്ട് ചെയ്യണോ? ഇനി ഇത് വെന്ത് ഓക്കെ. അപ്പം നമുക്കത് ബാക്കി അതിൽ കാണാം. അപ്പം ഇത് കട്ട് ചെയ്ത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണേ. കട്ട് ചെയ്ത കാര്യമില്ലെങ്കിൽ ഇരിക്കത്തില്ലായിരുന്നു. എനിക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി എത്ര നേരം? 20 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി പാക്കലാം. അടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 20 മിനിറ്റ് നോക്കാം. ശരിയായോ? ഓക്കെ ആയോ? ഓക്കെ. നമ്മൾ ഇടയ്ക്ക് ഒരു എത്ര നേരം ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ നോക്കിയായിരുന്നു. ഇപ്പോൾ 20 മിനിറ്റ് ഒന്നും എടുത്തില്ല അല്ലേ? ഏകദേശം 20 മിനിറ്റ്. നിങ്ങൾ ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ സ്നാക്ക്? ഇനിയുണ്ട് ഇനിയുണ്ട് സംഭവങ്ങൾ. ഇത് ജസ്റ്റ് കുറച്ച് ഇതായതേ ഉള്ളൂ. ഇനി നമുക്ക് സ്നാക്ക് ആവണമെങ്കിൽ കുറച്ചും കൂടെ പരിപാടികൾ ചെയ്യണം. നമ്മളിനി എന്ത് ചെയ്യാൻ പോവാ? മുറിക്കാൻ ഒന്ന് ചൂടാറേണ്ടതായിരുന്നു. ചൂടായിട്ട് കട്ട് ചെയ്താൽ മതി അമ്മേ, ധൃതിയില്ല. എനിക്കിത് ഉണ്ടാക്കി എവിടെയെങ്കിലും പോകണോ? ഷീറ്റിൽ എന്തോ വീണത്. ഇത് മുറിക്കുമ്പോൾ നല്ല മണം വരുന്നേ. വെച്ചാൽ അതാണ്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ആ ബാറ്റർ ഉണ്ടാക്കിയില്ലേ, ആ ഒരു മണം തന്നെ ചൂടായിട്ടുള്ളൊരു മണം പോലെ വരുന്നു. കൊള്ളാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. എൻ്റെ ബർത്ത്ഡേ. അതാ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ച് മുറിച്ചോ. നമുക്ക് ഒരെണ്ണത്തിൽ നിന്ന് തന്നെ ഇതാ ഇപ്പോൾ എത്ര പീസ് കിട്ടിയമ്മേ? 1 2 3 4 5 6 7 8 9 10. അത് 2 ചെറുതായിപ്പോയി. എന്നാലും ഒരെണ്ണത്തിന് 10 കിട്ടി. അപ്പം മറ്റേന്ന് 10 കിട്ടുമായിരിക്കും. അതേമ്മ അത് 11 ആക്കിയ പറഞ്ഞപ്പോൾ. അപ്പോൾ ഏകദേശം ഒരു 10-20 കിട്ടും. വേണ്ട, അതും ചെറുതാക്കിയേ. ഇപ്പോൾ 12 ആയി കേട്ടോ. നമുക്കിതേ ഇതും അതേപോലെ കട്ട് ചെയ്യാനുണ്ട്. അപ്പം അമ്മ പറയുന്നത് ഇതൊന്ന് ചൂടാറട്ടെ, അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചല്ലോ അത് ഫ്രൈ ചെയ്യാമെന്ന്. അപ്പോൾ അതേ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഇത് ആ വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. ആദ്യം നെയ്യ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നയാ. പിന്നെ എന്തുകൊണ്ടാണ് അതെ വെളിച്ചെണ്ണ ആക്കിയത്? ആദ്യം രണ്ടാമത്തത്. ഓക്കെ, നമുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. രണ്ടും ഓക്കെ അല്ലേ, ഏതാണേലും. അപ്പോൾ നമ്മൾ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ ഒരുപാട് ഓയിൽ ഇഷ്ടമല്ലാത്തവർ ഇച്ചിരി ഓയിൽ ഫ്രൈ ചെയ്യുക. ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട അല്ലേ? എന്ന് വെച്ചാൽ ഒത്തിരി എണ്ണ വെച്ചിട്ട് മുക്കി ഫ്രൈ ചെയ്യണ്ടല്ലോ. എനിക്കതായിരുന്നു ഇഷ്ടം. പക്ഷെ ഓയിലി ഫുഡ് കഴിക്കുന്ന കൊള്ളൂല ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് എണ്ണയിൽ ചെയ്തെടുത്താൽ മതി. എനിക്കും പേടിയുണ്ടേ. എരിവുണ്ടോ? എരിവല്ല ചെറുതായിട്ട്. കുഴപ്പമില്ല, അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാം. അത്രയില്ല എന്നാലും.
ഇതൊന്ന് ആവട്ടെ എന്നിട്ട് കട്ടൻ ചായ ഉണ്ടാക്കുക. നമ്മൾ ഈവനിങ് ബ്ലോഗ് എന്ന് പറഞ്ഞ് തുടങ്ങിയതാ. അപ്പൊ എത്ര നേരമായെന്നറിയോ? അതൊക്കെ താമസിക്കും. ഒരു അധികം ഒന്നും ആയില്ല, 1 മണിക്കൂർ ആവുന്നേ ഉള്ളൂ കേട്ടോ. ആയിക്കോട്ടെ, അത് വേവണ്ടേ. നമുക്ക് നല്ല മുരിഞ്ഞു മൊരിയട്ടെ. മൊരിയനാണല്ലോ സ്നാക്ക്. ചൂടോടെ കഴിക്കണ്ട ഉള്ളു. ഇതിന് സൈഡിൽ നമുക്ക് എന്തേലും നല്ലതാണോ അതോ വെറുതെ ഇരുന്നാണോ? എല്ലാം ഉള്ളതല്ലേ. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ സെക്കൻഡ് ട്രിപ്പും കൂടെ ചെയ്യും. അപ്പൊ അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, അതും കൂടെ ചെയ്ത് ലാസ്റ്റ് കാണിക്കാം. നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ടല്ലോ നെയ്യിലുണ്ടാക്കുവാണേ. അതുകൊണ്ട് പിന്നെ വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ ഞാനീ പറയാം ഏതിനാണ് ടേസ്റ്റ് കൂടുതലെന്ന്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. നെയ്യ് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ, ചിലർക്ക് വെളിച്ചെണ്ണയായിരിക്കും. അപ്പോൾ അതേപോലെ ഇനിയിപ്പോൾ ഇത് ആ രണ്ടാമത്തേൻ്റെ കുറച്ചും കൂടെ കട്ട് ചെയ്ത പീസസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കിനി കാണാം. നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് അതിൽ നിന്ന് പറഞ്ഞെടുത്ത് ടേസ്റ്റ് നോക്കി. അത് വേവിച്ച് കഴിയുമ്പോൾ വേറെ ടേസ്റ്റ്, ഫ്രൈ ചെയ്തപ്പോൾ വേറെ ടേസ്റ്റ്. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇതേ റെഡി ആയിട്ടുണ്ടേ. ഞാൻ കഴിക്കുമ്പോൾ കാണിക്കാം നല്ലോണം. കട്ടൻ ചായക്ക് വെള്ളം വെച്ചേക്കുക ഗൈസ്. കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് സത്യം പറഞ്ഞ് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു, പക്ഷെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പറഞ്ഞാണ് സ്നാക്ക് തുടങ്ങിയത്. കട്ടൻ ചായ എനിക്ക് എന്തോ ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പം അതുണ്ടാക്കി കഴിഞ്ഞിട്ട് അത് പോയി കഴിക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇല വെച്ചുണ്ടാകുമ്പം ടേസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും ഇത്രയും ടേസ്റ്റ് ഒന്നും വിചാരിച്ചില്ല. അപ്പോ ഗൈസ്, നിങ്ങൾ സ്നാക്കിന്റെ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഇല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ വൈകിട്ട് ഉണ്ടാക്കാന്ന്. അപ്പൊ ഞാൻ വെച്ചാൽ സ്നാക്കോ അത്ര എനിക്ക് അങ്ങോട്ട് ഇതായില്ല. പക്ഷെ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആണേ. നമ്മുടെ ആദ്യത്തെ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും ഫീൽ ചെയ്ത് കാണുമോ ഇല വെച്ച് സ്നാക്കോ. പക്ഷെ അങ്ങനൊന്നുമല്ല. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ചെയ്യുമ്പോഴേക്ക് പെട്ടെന്ന് അവൈലബിൾ ആണല്ലോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. അതിലേക്ക് ബൈ.